കൊളുത്തിയ വിളക്കുമായാണ് ബിന്ദു കൃഷ്ണ രാത്രി നടത്തത്തിലൂടെ അക്രമത്തിനിരയായ നടിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചത്. DCC ഓഫീസിന് മുന്നിൽ നിന്ന് ആരംഭിച്ച നിശാനടത്തം MG റോഡിലൂടെ ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിലെത്തി. തുടർന്ന് നടന്ന നിശാധർണ കോൺഗ്രസ് നേതാവ് PC ചാക്കോ ഉദ്ഘാടനം ചെയ്തു. ഈ കേസിലെ പ്രതിയെ പോലീസിന്റെ കയ്യിലേക്ക് ഫോൺ കൊടുത്തിട്ട് പോലും ഹലോ എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്ത പ്രതിയെ പിടിക്കാൻ ഈ കേരളത്തിന്റെ ഓരോ ഇഞ്ച് സ്ഥലത്തും പോലീസിന്റെ സാന്നിധ്യമുണ്ടല്ലോ. ശ്രീ കോടിയേരിയും അതുപോലെ മുഖ്യമന്ത്രിയും അടക്കമുള്ള ആളുകളോട് ഞങ്ങൾ ചോദിക്കുന്നു, നിങ്ങളുടെ കൺവെട്ടത്തു നിന്ന് ഈ പ്രതി രക്ഷപ്പെടുമ്പോൾ ഈ പ്രതിയെ പിടിക്കാൻ കഴിയാത്ത നിസ്സഹായമായ കേരള പോലീസിന് ഇനിയും പൂച്ചെണ്ടുകൾ കൊടുക്കാനാണോ ഭരണാധികാരികൾ തയ്യാറാകുന്നത്? ബിന്ദു കൃഷ്ണയ്ക്കൊപ്പം മഹിളാ കോൺഗ്രസ് പ്രവർത്തകരും നിശാധർണയിൽ പങ്കെടുത്തു. സംസ്ഥാന DGP 11 മണിക്ക് അറിഞ്ഞ കാര്യത്തില് ഇവിടുത്തെ IG അടക്കമുള്ളവർ വീണ്ടും 1.5 മണിക്കൂർ വൈകിയാണ് സംഭവം അറിഞ്ഞു എന്ന് പറയുമ്പോൾ എന്താണ് ഇതിലെ യഥാർത്ഥ കാരണമെന്നറിയുവാൻ കേരളത്തിന് ആകാംക്ഷയുണ്ട്. നിശ്ചയമായും അധികാരികളുടെ ഭാഗത്തു നിന്ന് അക്ഷന്തവ്യമായ ഒരു തെറ്റ് വന്നിട്ടുണ്ട്, ഗുരുതരമായ കൃത്യവിലോപം വന്നിട്ടുണ്ട്. ഇവിടെ പാലാരിവട്ടം ടവറിന്റെ കീഴിൽ ഉണ്ടായിരുന്ന പ്രതി പോലീസിന്റെ മൂക്കിൻ തുമ്പിൽ നിന്ന് രക്ഷപ്പെട്ടു പോയി എന്ന് പറയുമ്പോൾ രക്ഷപ്പെടുത്തുവാൻ ആരൊക്കെയോ ശ്രമിക്കുന്നു എന്നത് പകൽ പോലെ വ്യക്തമാണ്. രാത്രി 8:30 ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിലെത്തിയ ഇവർ അർദ്ധരാത്രി വരെ വിളക്ക് തെളിയിച്ചുകൊണ്ട് അക്രമത്തിനിരയായ പ്രിയതാരത്തിന് പിന്തുണയേകി. റിപ്പോർട്ടർ, കൊച്ചി.